തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ഇനിയും പൂർണ്ണ പരിഹാരമായിട്ടില്ല. പൈപ്പ് ലൈനിൽ വായു നിറഞ്ഞത് കാരണം ചിലയിടങ്ങളിൽ ഇനിയും കുടിവെള്ളം എത്തിക്കാനായിട്ടില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ല എന്ന് നാട്ടുകാർ ഇപ്പോഴും പരാതിപ്പെടുകയാണ്. 10 ലക്ഷം രൂപയിൽ താഴെയുള്ള അറ്റകുറ്റപ്പണിയായതിനാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർ ആരും വിവരമറിഞ്ഞില്ലെന്നാണ് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. 44 വാർഡുകളിലെ 5 ലക്ഷത്തോളം ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ മേൽനോട്ടക്കുറവുണ്ടായി. ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവായിരുന്നു തടസ്സം. പുതിയ പൈപ്പുകൾ കുഴിച്ചിടുന്നതിലും പമ്പിംഗ് നടത്തുന്നതിലും നടപടിക്രമങ്ങൾ പാലിച്ചില്ല. ജലവിതരണം നടത്തണമെന്ന് കോർപ്പറേഷനോട് ആവശ്യപ്പെടാത്തത് ഗുരുതര വീഴ്ച. വിശദമായ അന്വേഷണം നടത്താനാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം. സർക്കാരും ജല അതോറിറ്റിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വീഴ്ച കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. കുടിവെള്ള വിതരണം നിർത്തിവെച്ചുള്ള അറ്റകുറ്റപ്പണികൾക്കും പൈപ്പ് പൊട്ടുമ്പോഴുള്ള അടിയന്തര ജോലികൾക്കും പൊതുമാർഗനിർദ്ദേശം തയ്യാറാക്കാൻ ജല അതോറിറ്റി തീരുമാനിച്ചു. നിർദ്ദേശങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉന്നതതല യോഗം വിളിച്ചു. ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് ആവശ്യത്തിന് മുന്നറിയിപ്പും ബദൽ സംവിധാനങ്ങളും ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങളും തയ്യാറാക്കും. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ വീഴ്ച എന്നാണ് പറയുന്നത്. കുടിവെള്ളം മുട്ടിച്ച് നഗരവാസികളിൽ മുട്ടിച്ച് ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമൊന്ന് ജല അതോറിറ്റി അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. സംഭവത്തിൽ അഡീഷണൽ സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ജല അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥർ അടിയന്തര യോഗം വിളിച്ച് വിവരങ്ങൾ തേടി. പ്രശ്നങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിനായി മന്ത്രി റോഷി അഗസ്റ്റും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുകയാണ്, ജല അതോറിറ്റി മന്ത്രിക്ക് എന്ന് പറഞ്ഞാൽ ജലസേചന വകുപ്പ് മന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല, കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് സർക്കാരാണ് എന്നും പറയുകയാണ്.